മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഈ കടപ്പുറത്ത് പാവപ്പെട്ട തീരദേശ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാണ് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിരവധി സമര പോരാട്ടങ്ങൾ നിർവഹിച്ച ഒരു മണ്ണാണ് ഈ അഞ്ചങ്ങാടി വളവ്. നിരവധി സമര പോരാട്ടങ്ങൾ ഈ കടൽ ഭിത്തിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ അഞ്ചങ്ങാടി വളവിലാണ് അന്ന് ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ MLA ഉൾപ്പെടെ ഇവിടെ വന്നപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഈ റോഡിലാണ് 15 മിനിറ്റോളം ഞങ്ങൾ തടഞ്ഞിട്ട് പോലീസും ഞങ്ങളും തമ്മിലുള്ള മൽപിടുത്തത്തിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നത് ഈ കടപ്പുറത്ത് ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിരവധി ഈ അഞ്ചങ്ങാടി വളവിൽ നിന്നാണ് 30 കിലോമീറ്റർ കാൽനടയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അന്ന് ജില്ലാ കളക്ടർക്ക് നിവേദനമായി യൂത്ത് ലീഗിന്റെ അന്ന് കോവിഡ് കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 5 പ്രവർത്തകർ അന്ന് കളക്ടറേറ്റിലേക്ക് നടന്നു. അതുപോലെ നിരവധി മനുഷ്യച്ചങ്ങല അങ്ങനെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടും പരിഹാരമുണ്ടാക്കാൻ ഇന്നേ വരെ ഈ കടപ്പുറത്ത് ഈ ഗുരുവായൂരിന്റെ 19 വർഷക്കാലം ഭരിച്ചിരുന്ന MLAയും അതുപോലെ തന്നെ ഇന്ന് സർക്കാരിനും യാതൊരു പരിഹാരവും കാണാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇനിയും ഇതൊരു സൂചനകൾ മാത്രമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും മുന്നോട്ട് പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ കടപ്പുറത്ത് ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഈ കടപ്പുറം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡായ അഹമ്മദ് കുരിക്കൽ റോഡാണ്. ഇത് ഏത് നിമിഷവും കടലെടുക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ കടപ്പുറം പഞ്ചായത്തിന് ശുദ്ധജലം കിട്ടുന്നത് ഈ അഞ്ചങ്ങാടി ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ്. ഇവിടേക്ക് ഇനി ഉപ്പുവെള്ളം കയറിയാൽ കടപ്പുറം പഞ്ചായത്തിൽ ശുദ്ധജല ക്ഷാമം അനുഭവിക്കും. അങ്ങനെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോഷി അഗസ്റ്റിൻ MLA, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് MLA ഞങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. ഈ കടപ്പുറത്തിന്റെ ടെട്രാപോഡ് ഉൾപ്പെടെയുള്ള സംരക്ഷണ ഭിത്തി ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെയായിട്ടും ഹോട്ട്സ്പോട്ടിൽ കടപ്പുറത്തെ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല അധികാരികൾക്ക്. നിരവധി MLA ഇപ്പൊ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ MLAയും പരിവാരങ്ങളും വന്നിട്ട് പറയുന്നത് ഈ അടുത്ത് തന്നെ ഇവിടെ കടൽ ഭിത്തി കെട്ടും അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുകയല്ലാതെ ഇനി പിന്നെ കാണുന്നത് അടുത്ത കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഈ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ MLAക്ക് വരാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പ്രദേശത്ത് പറഞ്ഞതാണ് അടുത്ത ഞായറാഴ്ച ഇവിടെ കല്ലിടുമെന്നാണ്. ഈ ഞായറാഴ്ചകൾ പലതും കഴിയുന്നുണ്ട്, യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ കടൽക്ഷോഭം ഉണ്ടായി 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടപ്പുറത്ത് വന്നിട്ട്